ഒരേ ഒരു അഭ്യർത്ഥന മാത്രം കൊച്ചിയുടെ മേയർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ജീവനക്കാരോടായിട്ട് പറയുകയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ നികുതി കൊണ്ടാണ് നിങ്ങൾ ശമ്പളവും പെൻഷനും വാങ്ങുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ ഓഫീസിലേക്ക് കടന്നു വരുന്ന ആളുകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എൻ്റെ പ്രിയപ്പെട്ട നഗരസഭാ ജീവനക്കാർ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കും എന്ന ഒരു വിശ്വാസം കൂടി ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ ഓഫീസ് ഒരിക്കലും ഈ മേയറുടേതല്ല, ഈ കൗൺസിലിൻ്റേതല്ല. ഈ ഓഫീസ് നിങ്ങളുടേതാണ്. പണം നൽകിയ നികുതിദായകരുടെയാണ്. വ്യത്യസ്തമായ കാലത്ത് ഇവിടെ പ്രവർത്തിച്ചവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഓഫീസ് ഉണ്ടായിട്ടുള്ളത്. ശ്രീമതി ശ്യാമള പ്രഭു മുമ്പിൽ ഇരുന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിലും ശരിയല്ല. ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാന്യനായ നമ്മുടെ ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി ശ്രീ പി രാജീവ്, ബഹുമാന്യനായ MP, ബഹുമാന്യരായ MLA മാർ, ബഹുമാന്യരായ എൻ്റെ സഹപ്രവർത്തകരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥന്മാർ, മുൻ കൗൺസിലർമാർ, മാധ്യമപ്രവർത്തകരെ, സഹോദരന്മാരെ, ആദരണീയായ ഡെപ്യൂട്ടി മേയർ പറഞ്ഞതുപോലെ ഞാൻ ഈ കെട്ടിടത്തിൻ്റെ നാൾവഴികളിലേക്ക് ഒന്നും കടക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഒരുപാട് തിരക്കുണ്ടായിട്ടും ഇന്നത്തെ ദിവസം ഒരിക്കലും ഇതുപോലെ ഒരു ചടങ്ങിന് കൊച്ചിയിൽ വരാൻ കഴിയാതിരുന്നിട്ടും ഇന്ന് നമ്മുടെ ഈ നഗരസഭാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുത്തു എന്ന് പറയുന്നത് കൊച്ചി നഗരസഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അംഗീകാരമായി ഞാൻ അതിനെ കാണുകയാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാട് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. രണ്ട്, ഈ നഗരസഭാ ഓഫീസ് ഒരിക്കലും ഇപ്പോഴത്തെ മേയർ ശ്രീ അനിൽകുമാറിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയോ ഈ കൗൺസിലിൻ്റെ പ്രത്യേകതയോ ആയി ഞാൻ കണക്കാക്കുന്നേയില്ല. ഈ ഓഫീസിൻ്റെ സ്ഥലം വാങ്ങിയ ആദരണീയനായ കൊച്ചിയുടെ മുൻ മേയർ ശ്രീ CM ദിനേശ് മണി ഈ ചടങ്ങിലുണ്ട്. ഈ ചടങ്ങിൽ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ ടോണി ചമ്മണിയുണ്ട്. അതുപോലെ തന്നെ ശ്രീമതി സൗമിനി ജയനുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാം ബഹുമാന്യനായ ശ്രീ KJ സോഹൻ ഇവിടെ ഉണ്ട്. ശ്രീ ബാലചന്ദ്രൻ വരുമായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് വരാൻ കഴിയാത്തൊരു സാഹചര്യം, അസുഖം കൊണ്ട് മാത്രം അദ്ദേഹം വരാതിരുന്നതാണ്. കൊച്ചിയുടെ ഞാൻ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു, കൊച്ചി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവും MLA-യുമായി ഒരാൾക്ക് മാത്രമേ റെക്കോർഡുള്ളൂ. അത് ഈ സദസ്സിലിരിക്കുന്ന ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ നമ്മുടെ മുൻ മന്ത്രിക്കാണ്. അങ്ങനെ ഇപ്പോൾ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ CKG ഉൾപ്പെടെ എത്രയോ ആളുകൾ, നിരവധി കാലത്ത് സഹപ്രവർത്തകരായിരുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ എറണാകുളം ജില്ലയിലെ നമ്മുടെ നഗരത്തിൻ്റെ എല്ലാ നിലയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ വിനയപൂർവ്വം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഈ ഓഫീസ് ഒരിക്കലും ഈ മേയറുടേതല്ല, ഈ കൗൺസിലിൻ്റേതല്ല. ഈ ഓഫീസ് നിങ്ങളുടേതാണ്. പണം നൽകിയ നികുതിദായകരുടെയാണ്. വ്യത്യസ്തമായ കാലത്ത് ഇവിടെ പ്രവർത്തിച്ചവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഓഫീസ് ഉണ്ടായിട്ടുള്ളത്. ശ്രീമതി ശ്യാമള പ്രഭു മുമ്പിൽ ഇരുന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിലും ശരിയല്ല. അപ്പം അതുകൊണ്ട് ഈ ഓഫീസിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും അവരുടേതായ സ്ഥാനം ഉണ്ടാകും. ശ്രീ ലോകനാഥ് ബെഹ്റ ഉൾപ്പെടെ പലരും സദസ്സിലിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറിയിരിക്കാൻ പറ്റാത്ത നിലയിലുണ്ട്. പക്ഷേ അവരെല്ലാം ഞങ്ങളോട് സഹകരിക്കുന്നത് ഈ സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് എന്നതുകൂടി ഞാൻ മനസ്സിൽ കാണുകയാണ്. ഈ ഓഫീസിൽ ഞങ്ങൾ ആകെ ചെയ്തിട്ടുള്ളത്, ഈ കൗൺസിൽ ഹാളെല്ലാം ഇപ്പം തന്നെ 84 പേരിരിക്കും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് 100 പേരിരിക്കും. കൊച്ചി നഗരത്തെ ഒരിക്കലും കൊച്ചിയുടെ ഭൂമിശാസ്ത്രത്തിൽ കെട്ടിയിടാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ല. കൊച്ചി ആരംഭിക്കുന്നത് ഇപ്പോൾ അങ്കമാലിയിൽ നിന്നാണ്, വടക്ക് നിന്ന്. കൊച്ചി ഇപ്പോൾ തുടരുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അരൂർ വരെ സത്യത്തിൽ കൊച്ചിയാണ്. അതുകൊണ്ട് ഈ ഓഫീസ് കൊച്ചി കോർപ്പറേഷൻ്റെ ആണെങ്കിൽ പോലും ഈ ഓഫീസ് വിശാലമായ കൊച്ചിയുടേതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ വാചകം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഓഫീസിലെ സൗകര്യങ്ങളെല്ലാം, ഇവിടെ ജീവനക്കാർ വന്നിരുന്ന് അവർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം പ്രത്യേകതകളുള്ളതാണ്. ഒരു ഭാഗത്ത് കായലും ഒരു ഭാഗത്ത് മംഗളവനവും, അവർക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഓഫീസാണ്. വളരെ സന്തോഷകരമായി ജോലി ചെയ്യാൻ അവർക്ക് കഴിയും. ഒരേ ഒരു അഭ്യർത്ഥന മാത്രം കൊച്ചിയുടെ മേയർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ജീവനക്കാരോടായിട്ട് പറയുകയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ നികുതി കൊണ്ടാണ് നിങ്ങൾ ശമ്പളവും പെൻഷനും വാങ്ങുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ ഓഫീസിലേക്ക് കടന്നു വരുന്ന ആളുകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എൻ്റെ പ്രിയപ്പെട്ട നഗരസഭാ ജീവനക്കാർ ഇനിയുള്ള കാലത്ത് ശ്രദ്ധിക്കും എന്ന ഒരു വിശ്വാസം കൂടി ഇവിടെ പങ്കുവെച്ചുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാതെ ആദരണീയനായ മുഖ്യമന്ത്രിക്കും ഇവിടെ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാവർക്കും
വളരെ വളരെ ഹൃദ്യമായി വിനയപൂർവ്വം സ്വാഗതം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഡെപ്യൂട്ടി മേയർ പറഞ്ഞ സ്വാഗതത്തിന് പുറത്ത് ഒരു സ്വാഗതം കൂടി ആശംസിച്ചുകൊണ്ട് ആദരണീയനായ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നമ്മുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം അവിടെ നടത്തിയെങ്കിൽ പോലും നിലവിളക്ക് കൊടുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനായി അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.